എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംശയം, ആ സംശയം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാണല്ലോ. അതാണ് ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയത്. സംശയം എന്താണെന്ന് വെച്ചാൽ, ഈമാൻ കാര്യങ്ങൾ അറിയാമല്ലോ. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. പ്രവാചകനിൽ എന്നുള്ളതല്ല, അള്ളാഹുവിൻ്റെ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക. അതുപോലെ തന്നെ സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, പിന്നെ അതുപോലെ അള്ളാഹുവിൻ്റെ വേദങ്ങളിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള ഈമാൻ കാര്യങ്ങൾ 6 ഈമാൻ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു 5 കാര്യങ്ങൾ പറയലുണ്ട്. ഒരു മുസ്ലിം ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുക. മദ്രസയിൽ പ്രത്യേകിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഷഹാദത്ത്, 2 ഷഹാദത്ത് കലിമ, പിന്നൊന്ന് നിസ്കാരം, പിന്നൊന്ന് ഹജ്ജ്, പിന്നൊന്ന് സക്കാത്ത്, പിന്നൊന്ന് നോമ്പ്. പിന്നെ അതേപോലെ തന്നെ ഇഹ്സാൻ, അതൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഈ 2 ഒപ്പം തന്നെ പറയുന്ന സംഗതിയാണ് ഇഹ്സാൻ എന്നുള്ളത്. അതായത് അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഇനി അള്ളാഹു നമ്മളെ കാണുന്നില്ലെങ്കിലും, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യൽ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു മുസ്ലിമാകാൻ, മുഅ്മിനാകാൻ ഒക്കെ ഉള്ള ഒരു ബേസിക്കായിട്ടൊരു മുസ്ലിമാകുന്ന ഒരാൾക്ക് വേണ്ട അറിവുകൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ കാര്യങ്ങൾക്ക് ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം പലർക്കും ഒഴിഞ്ഞു മാറാം, നിസ്കാരം പിന്നീട് സമ്മാനമായി കൊടുത്തതല്ലേ എന്നൊക്കെ. എന്നാൽ അല്ലാത്ത കാര്യങ്ങൾ അത് പിന്നീട് വന്നു ചേർന്നാണ് ഇസ്ലാമിൽ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. അതേപോലെ എല്ലാം പിന്നീട് വന്നു ചേർന്നാണെന്ന് തന്നെ ഞാനും പറയുന്നത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ആകാൻ വേണ്ട ഏറ്റവും ബേസിക്കായിട്ട് പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഏറ്റവും ആദ്യം ഈ ഇസ്ലാമിനെ പുൽകിയ ഇസ്ലാമിൻ്റെ പ്രവാചകനായ, അന്നത്തെ കാലത്തെ സംബന്ധിച്ച് പറയണത്, ഇനി അതിൻ്റെ മുമ്പേ ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞ് എഴുതാൻ നിൽക്കണ്ട. ഏതായാലും ഇസ്ലാമിലെ ആ ഒരു സമയത്ത് മുഹമ്മദ് നബിയാണല്ലോ ആദ്യത്തെ മുസ്ലിമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഇനി മുഹമ്മദ് നബിയാണ് അങ്ങനെ മുസ്ലിം എന്നുള്ള ആൾക്കല്ല എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ മുസ്ലിമായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ഖദീജ, അലി, അങ്ങനെ കുറേ ആൾക്കാർ വരുന്നില്ലേ? ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ സാധനം പഠിപ്പിക്കപ്പെട്ടതായിട്ട് ഹദീസുകളുണ്ടോ? എന്ന് മാത്രമല്ല, ഖുർആനിൽ എന്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ആദ്യം ഇറങ്ങിയ 10 സൂറത്തിൽ തന്നെ, 10 സൂറത്തുകൾക്കുള്ളിൽ തന്നെ ഇത് ചർച്ചയിൽ വരണം ശരിക്ക്. എന്നാൽ ഈ 10 സൂറത്തുകളിലോ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ജിബ്രീൽ ഇവ പഠിപ്പിച്ചതായിട്ടുള്ള ഹദീസുകളായിട്ടോ ഒന്നും നമുക്കിത് കാണാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ശരിക്കും ഇന്ന് നമ്മൾക്ക് പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിൻ്റെ ശൈലി പ്രകാരം ശരിക്ക് ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും അന്ന് ഏറ്റവും ആദ്യത്തിൽ പഠിപ്പിക്കപ്പെടണ്ടേ? അത് മുഹമ്മദ് നബിക്ക് പഠിപ്പിക്കപ്പെടണം. ജിബ്രീൽ വന്നിട്ട് ആകെ അവിടെയുള്ള എന്താണ്? ആദ്യം ഇഖ്റ ആണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായം ഇറങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളുമായിട്ടും ലോകാവസാനത്തിനെക്കുറിച്ച് പഠിപ്പിക്കലായിട്ടും സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള പഠിപ്പിക്കലായിട്ടും ഒക്കെ പാടായിട്ട് ഒരു 10ഓളം സൂറത്തുകളാണ് വല്ലുഹാക്ക് മുമ്പ് ഇറങ്ങുന്നത്. വല്ലുഹ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം 10 സൂറത്തുകൾ കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ വല്ലുഹ വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഈ 10 സൂറത്തുകളിൽ ഇസ്ലാമിൻ്റെ ഒരു ചെറിയ രൂപം, ഒരു ബേസിക്കായിട്ടുള്ള രൂപം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണമല്ലോ. അങ്ങനെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന ഈമാനിൻ്റെ കാര്യങ്ങളെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വിശ്വാസം എന്നുള്ള ആൾക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണ്ടേ മൊത്തത്തിൽ. അവിടെയും ഇവിടെ ഏതെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളതല്ല, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ആദ്യത്തെ 10 സൂറത്തുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടും, ഒരു ഓർഡർ കിട്ടും. ആദ്യം ഇഖ്റ എന്നുള്ള ആദ്യം സൂറത്തുൽ അലക്കത്തെ അലക്കിൽ പറയുന്ന ഏതാനും അധ്യായങ്ങളിലെ ആയത്തുകൾ, പിന്നെ അതേപോലെ കഴിഞ്ഞ് നൂൻ വൽ ഖലം, പിന്നെ മുദ്ദസിർ, മുസമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 10ഓളം സൂറത്തുകളെ ഒരു ഓർഡർ കിട്ടും. എന്നിട്ട് ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ബേസിക്സായിട്ട് ഒരു മുസ്ലിം അറിയേണ്ട കാര്യങ്ങൾ എല്ലാം അതായത് നിസ്കാരത്തിൻ്റെ ഞാൻ പറഞ്ഞു അത് ഒരു എക്സെപ്ഷനിലാണെന്നുള്ളത്. ബാക്കിയെല്ലാം അവിടെ എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടില്ല എന്നാണ് എൻ്റെ ചോദ്യം. അവിടെ പഠിപ്പിക്കപ്പെടേണ്ടതല്ലേ? കാരണം ഇബ്രാഹിമിയ മില്ലത്ത് അനുസരിച്ച് വരുന്ന മതമായിരിക്കെ, ഇബ്രാഹിമിയ മില്ലത്താണെന്നല്ലേ പറഞ്ഞത്, അബ്രഹാമിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന മതമാണെന്നല്ലേ പറഞ്ഞത്. അബ്രഹാമും മകനും ചെയ്തു വെച്ച ഹജ്ജ് ആ ഒരു രൂപത്തിൽ പിന്തുടർന്ന് പിന്നീട് ചെയ്യാൻ വന്ന ആൾക്കാരാണെന്ന് പറയണതല്ലേ. അപ്പോൾ ആ നിലക്ക് ഹജ്ജ് അവിടെ കൃത്യമായ രൂപം എന്താണെന്ന് പഠിപ്പിക്കപ്പെടണ്ടേ?
ആ രീതിയിൽ കഅബയെക്കുറിച്ചും കഅബയുടെ ചുറ്റും വരുന്ന ആരാധനകളെക്കുറിച്ചും ഒക്കെ അവിടെ പരാമർശിക്കപ്പെടണ്ടേ? നിങ്ങളൊന്ന് ചിന്തിക്കും, എന്നിട്ടൊന്ന് പറ. ഈ പറയുന്ന ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇഹ്സാൻ എന്തെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിൽ പറയാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ പോലും എന്തുകൊണ്ട് കൃത്യമായി മുഴുവനായി പറയപ്പെട്ടില്ല എന്നുള്ളത്. ഈ 10 സൂറത്തുകളുടെ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ പറയുന്ന ഈമാൻ കാര്യങ്ങൾ മുഴുവനായി കവർ ചെയ്യപ്പെട്ടില്ല? ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ വിശ്വസിച്ചിരിക്കണമെന്ന് പറയുന്ന, ഒരു മുസ്ലിം ആകണമെങ്കിൽ അയാൾ ഉറച്ചു വിശ്വസിച്ചിരിക്കണമെന്ന് പറയുന്ന അത്രയും കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ അതെങ്കിലും മുഴുവനായി അഡ്രസ്സ് ചെയ്യപ്പെടണ്ടേ? അത് മുഴുവനായിട്ട് എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല ഈ സൂറത്തുകളിൽ? എന്തുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ പറയാമായിരുന്ന ഹജ്ജിനെ കുറിച്ച്, ഷഹാദത്തിനെ കുറിച്ച്, ഷഹാദത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് ആ ഷഹാദത്ത് ഇങ്ങനെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസോ ആയത്തോ ആ ഒരു സന്ദർഭത്തിലുണ്ടോ? ആ ഒരു ആദ്യത്തെ മുസ്ലിങ്ങൾക്ക്, ഏറ്റവും ആദ്യത്തെ ഒരു 4-5 മുസ്ലിങ്ങൾക്കെങ്കിലും ഏറ്റവും ആദ്യത്തിൽ അത് പഠിപ്പിക്കപ്പെടണ്ടേ? അത് പഠിപ്പിക്കപ്പെട്ടതായിട്ട് വല്ല തെളിവുണ്ടോ? പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഷഹാദത്ത് നിസ്കാരത്തിന് ഞാൻ പറഞ്ഞു സമ്മാനമാണല്ലോ, അത് പിന്നീട് വന്നതുകൊണ്ട് അത് പിന്നെ നമുക്കതിന് എക്സെപ്ഷണൽ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഹജ്ജ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന സാധനമാണോ? നോമ്പ് അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആരാധനാ സംഗതികളുള്ളൊരു സംഗതി ഒന്നല്ലല്ലോ. അപ്പോൾ നോമ്പിനോട് പഠിപ്പിക്കപ്പെടണ്ടേ? സക്കാത്ത് പിന്നീടൊരു പഠിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്ന് കരുതാം. കുറച്ച് കോംപ്ലിക്കേറ്റഡായ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ കരുതാം. ജസ്റ്റ് ന്യായീകരണത്തിന് വേണ്ടി ഒരു സ്കോപ്പ് തരാണ്. എന്നാൽ അതല്ലാത്ത കാര്യങ്ങളില്ലേ അല്ലേ, ഷഹാദത്തും ഹജ്ജും പിന്നെ അതേപോലെ തന്നെ നോമ്പും ഏറ്റവും കുറഞ്ഞത് ഇസ്ലാം കാര്യത്തിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിരുന്നില്ലേ? പിന്നെ അതേപോലെ ഈമാൻ കാര്യങ്ങൾ അത്രയും, അതുപോലെ ഇഹ്സാൻ എന്നുള്ളത് ഒരു മുസ്ലിമായി അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ്, നമ്മൾ ഹദീസുകൾ കാണാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അല്ലേ, നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മനസ്സനുസരിച്ചാണ് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്ന കാര്യം. അതേപോലെ തന്നെ ഹദീസുകളിൽ കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ അജ്സാമിക്കും ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, ശരീരത്തിലേക്കല്ല, ബാഹ്യമായിട്ടുള്ള കാര്യത്തിലേക്കല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് പഠിച്ചു നോക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹൃദയം നന്നാക്കാനുള്ള കാര്യങ്ങൾ എത്രത്തോളം ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹസ്സാൻ എന്ന ടേം വെച്ചിട്ട് ഇതാണ് ഹസ്സാൻ എന്നുള്ളൊരു സംഗതി ആ രീതിയിൽ അവിടെ എത്ര കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 10 സുഹൃത്തുക്കൾ നമ്മൾ നോക്കി ആകപ്പാടെ വളരെ ചെറിയ രീതിയിൽ കുറച്ച് ഉപദേശങ്ങളും അതുപോലെ തന്നെ സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള പേടിപ്പിക്കലും പിന്നെ അതുപോലെ മറ്റേ അന്ത്യനാളിനെ കുറിച്ചുള്ള പേടിപ്പിക്കലും ഒക്കെ അല്ലാതെ കാര്യമായിട്ട് എന്താ പൈലുള്ളത്? ആ ആദ്യത്തെ 10 സൂറത്തുകളായിട്ട് പറയപ്പെടുന്നത് ഖുർആനത്തെ ഇന്നത്തെ ഖുർആനത്തെ ആദ്യത്തെ 10 സൂറത്തല്ല, ഇത് ഇറങ്ങിയ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിലുള്ള ആദ്യത്തെ 10 സൂറത്തിൻ്റെ കാര്യം പറയണത്. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വെറുതെ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത് പ്ലീസ്. ഖുർആനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചൊക്കെ മുഹമ്മദ് നബി പറഞ്ഞതെങ്കിലും നിങ്ങൾ ഏറ്റവും കുറഞ്ഞ മനസ്സിലേക്ക് എടുക്കണ്ടേ ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്ക്? എന്നെക്കുറിച്ച് ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ നരകത്തിൻ്റെ അടിത്തട്ടിൽ അവനവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി പറഞ്ഞ സ്ഥിതിക്ക് അതെങ്കിലും നിങ്ങളൊന്ന് വില വെക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ആരും പറയാത്തത് പറയാൻ നിൽക്കണ്ട, പ്രമാണങ്ങളിലുള്ളത് മാത്രം പറയുക. അത് എവിടെയാണുള്ളത് എന്നും കൃത്യമായിട്ട് പറയുക. ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് പറയുക. അതല്ല ഉത്തരമില്ല തെളിവില്ല എന്നാണെങ്കിൽ തെറി വിളിച്ച് സായുജ്യം അടിയുക. അപ്പോൾ വീണ്ടും കാണാം.